ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഇഫ്താറിന് ഉണ്ടാക്കുന്നത് നല്ലൊരു ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇവിടെ 3/4 കിലോന് മീനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി അതിലേക്ക് മസാല പൊടികളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ പൊടികൾ മാത്രമേ ചേർത്തുന്നുള്ളൂ. വേറൊന്നും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ള ഒന്നും തന്നെ മീനിൽ കൂട്ടി കൊടുക്കുന്നില്ല. ഇനി ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കാവുന്നതാണ്. ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ വലിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 6 മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. വലിയുള്ളിയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പോട്ട് വെച്ച് കൊടുക്കുകയാണ്. പോട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഓയിൽ പുറത്തേക്കായിട്ട് തെറിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് 2 ഭാഗം ഒന്ന് തിരിച്ചു മറിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. മീനൊരു 3/4 വേവായാൽ എല്ലാം ഇതിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. മുഴുവനായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മീൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെയാണ് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഉള്ളി സോഫ്റ്റ് ആയാൽ അതിലേക്ക് 3 വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചാൽ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്.
1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും മഞ്ഞൾപ്പൊടി ഒരു ലൈറ്റ് കളറിലേ ഇടാറുള്ളൂ. നല്ല മഞ്ഞ കളർ ബിരിയാണിക്ക് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, മഞ്ഞൾ കുത്തണ പോലെ ആയിരിക്കും. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും 1 കൈപ്പിടി പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മസാല എല്ലാം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഉപ്പിൻ്റെ ലേശം കുറവുണ്ട്, അപ്പോൾ ലേശം കൂടി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റൈസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചോറ് ഞാൻ ഊറ്റി എടുത്തേക്കാണ്. ഇനി ആ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പകുതി റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ലേശം ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഏറ്റവും മുകളിൽ തന്നെ ലേശം മല്ലിയിലയും പുതിനയിലയും കുറച്ച് ബിരിയാണി മസാലയും പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത മീൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാവുന്നതാണ്. ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് സെർവ് ചെയ്യാണ്. ആദ്യം മീനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ബിരിയാണി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഫിഷ് ബിരിയാണിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക.